മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാൽ റിസോർട്ട് ഭൂമിയിലെ സർക്കാർ പുറമ്പോക്ക് ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടറുടെ അനുമതി. കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച് ലാൻഡ് റവന്യൂ തഹസിൽദാർ നൽകിയ റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചു. പ്രാഥമിക നടപടിയുടെ ഭാഗമായി സർവേ പ്രകാരം വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് വാങ്ങും. ജെയിനസ് രാജു വിവരങ്ങളുമായി ചേർന്നു. ജെയിൻ, ഇത് മാത്യു കുഴൽനാടിന് വലിയൊരു തിരിച്ചടിയല്ലേ? മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാൽ റിസോർട്ട് ഭൂമിയിലെ സർക്കാർ പുറമ്പോക്ക് ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടറുടെ അനുമതി. കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച് ലാൻഡ് റവന്യൂ തഹസിൽദാർ നൽകിയ റിപ്പോർട്ട് ജില്ലാ കളക്ടർ അംഗീകരിച്ചിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. പ്രാഥമിക നടപടിയുടെ ഭാഗമായി സർവേ പ്രകാരം വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് വാങ്ങും. ജെയിനസ് രാജു വിവരങ്ങളുമായി ചേർന്നു. ജെയിൻ, ഇത് മാത്യു കുഴൽനാടിന് തിരിച്ചടിയല്ലേ? ഈ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കൂടി വാങ്ങിയ ശേഷമാണോ ഈ പുറമ്പോക്ക് ഭൂമി ഏറ്റെടുക്കുക? തീർച്ചയായിട്ടും അഞ്ജിത, ഇതിന്റെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. വില്ലേജ് ഓഫീസർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി താലൂക്കിലേക്ക് നൽകേണ്ടതുണ്ട്. താലൂക്ക് തഹസിൽദാർ നടപടിയാണ്. തഹസിൽദാരാണ് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകേണ്ടത്. ആ നോട്ടീസ് നൽകിയതിന് ശേഷമായിരിക്കും ഈ ഭൂമി തിരിച്ചു പിടിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുക. എന്തായാലും 50 സെന്റ് ഭൂമി പുറമ്പോക്കാണെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും. ഇക്കാര്യത്തിൽ വിജിലൻസ് ആണ് 2 തവണ ഈ മാത്യു കുഴൽനാടന്റെ കപ്പിത്താൻസ് ബംഗ്ലാവ് എന്ന റിസോർട്ട് അളന്നത്. ആ അളവിലാണ് 50 സെന്റ് സർക്കാർ ഭൂമി ഉണ്ട് എന്ന് കണ്ടെത്തിയത്. ഇനിയിപ്പോൾ മാത്യു കുഴൽനാടിനെ സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് വിശദീകരണം, നോട്ടീസിന് മറുപടി നൽകാം. എന്തായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആധാരപ്രകാരം 1 ഏക്കർ 21 സെന്റ് ഭൂമിയാണ് അദ്ദേഹത്തിന് വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നത്. പക്ഷെ അധികമായി 50 സെന്റ് ഭൂമിയുണ്ട്. അധികമായി 50 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അത് സർക്കാരിന് അല്ലെങ്കിൽ അത് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് മാത്യു കുഴൽനാടൻ വിശദമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് 10 മണിക്ക് മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിശദീകരണം ഈ കാര്യത്തിൽ ഉണ്ടാകും. എന്തായാലും റവന്യൂ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. വിജിലൻസ് ഈ കേസ് അല്ലെങ്കിൽ ഇതിന്റെ പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട്. പ്രാഥമികമായി 2 ക്രമക്കേടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒന്ന്, 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടം അത് രജിസ്ട്രേഷനിൽ മറച്ചു വെച്ചു. അതിലൂടെ ഏതാണ്ട് 17 ലക്ഷം രൂപ മൂല്യമുള്ള കെട്ടിടമാണ്. അതിന്റെ 8% നികുതി അടയ്ക്കേണ്ടതായിരുന്നു. ആ നികുതി 8% നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതിന് പുറമെ 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറി അവിടെ മതിൽ പണിതു എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അതനുസരിച്ച് വിജിലൻസ് കേസ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. എന്തായാലും പ്രാഥമിക അന്വേഷണമാണ് നടത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് അധികം വൈകാതെ റിപ്പോർട്ട് നൽകും. അതിനുശേഷമായിരിക്കും ഇതിനകത്ത് ഒരു FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേസന്വേഷണം ഉണ്ടാവുക. എന്തായാലും ഗുരുതരമായ ക്രമക്കേട് ഈ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം മാത്യു കുഴൽനാടിന് വലിയ തിരിച്ചടിയാണത്.